ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല മഞ്ഞ് പൊഴിയുന്ന രാവിൽ ഉണ്ണീശോയ്ക്ക് പിറക്കുവാനായിട്ട് അങ്ങ് ബേത്ലഹേമിൽ ഒരു ആട്ടിടയൻ പരിശുദ്ധ അമ്മയ്ക്കും യേശുവ പിതാവിനും ഒരു കാലിത്തൊഴുത്ത് ഒരുക്കി കൊടുത്തു. അങ്ങനെ രാജാതിരാജനായ ഈശോ പിറന്നത് ആ കാലിത്തൊഴുത്തിലായിരുന്നു. നമുക്കും അതിൻ്റെ ഓർമ്മയെ പുതുക്കുവാനായി സിമ്പിളായിട്ടൊരു പുൽക്കൂടുണ്ടാക്കിയാലോ? ഒരു കാർട്ടൂൺ ബോക്സ് എടുത്ത് ഇതുപോലെ മുറിച്ച് അതിൽ ഒരു വിൻഡോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് വിൻഡോയെ ഒന്നും കൂടി ഒന്ന് മനോഹരമാക്കി കേട്ടോ. ഈ കാർഡ്ബോർഡ് പീസിൻ്റെ പേപ്പറെല്ലാം നമ്മളൊന്ന് പൊളിച്ചെടുത്തിട്ട് അതിലൊരു ബ്രൗൺ കളർ ഷെയ്ഡ് ഏക്രിലിക് പെയിൻറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ ഒന്നും കൂടി മനോഹരമാക്കാനായിട്ട് ഒരു റസ്റ്റി കളറും പിന്നെ ഡാർക്ക് ബ്രൗൺ ഏക്രിലിക് പെയിൻറ്റും അടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ പുൽക്കൂടിത ഇതുപോലെ വോൾ കളർ കിട്ടി. നമ്മൾ പുൽക്കൂടിന് റൂഫ് വെച്ച് കൊടുക്കാൻ പോവാം കേട്ടോ. ആ മുറിച്ച 2 കാർട്ടൂൺ ബോക്സ് നടുക്കൂടെ ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കും. ഇവിടെ റൂഫ് ഇവിടെ റെഡി ആട്ടോ. ഇനി അടുത്ത് നമുക്ക് വൈക്കോൽ ഉണ്ടാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് എവിടെ പോകും? കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ മെഡിസിൻസ് കിട്ടിയ കവർ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചെടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് ക്രഷ് ചെയ്തു കൈവച്ച്. അപ്പം നമുക്ക് കുറേ വൈക്കോല് കിട്ടി കേട്ടോ. ഇനി നമുക്ക് ബ്രിക്സ് പോലെ സൈഡൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മുടെ മുട്ട മേടിക്കുമ്പം കിട്ടുന്ന ഒരു കവർ ഉണ്ടല്ലോ, അത് ചെറിയ പീസുകളാക്കി എടുത്തിട്ട് ഇതുപോലെ ബ്രൗൺ കളർ പെയിൻറ് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ ആ കാർഡ്ബോർഡ് പീസ് കാണാതിരിക്കാനായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റും അടിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ വളരെ സിമ്പിളല്ലേ? നമുക്ക് ഒട്ടും അങ്ങനെ വലിയ പൈസ ഒന്നും മുടക്ക് വരുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ച് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുൽക്കൂടാണ്. ഇനി നമുക്ക് ഒരു പുൽക്കൂടിലേക്ക് കയറാനായിട്ടൊരു പാലം പോലെ നമ്മളൊരു സൈഡ് റേസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പുൽക്കൂട്ടിലേക്ക് എത്തുവാനായിട്ട് ആട്ടിടയന്മാർക്കും രാജാക്കന്മാർക്കും വഴികാട്ടിയത് ഒരു വാൽനക്ഷത്രമായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു വാൽനക്ഷത്രവും ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നേറ്റിവിറ്റി ഇമേജസ് ആണ്. അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല, എല്ലാം കൈ വെച്ച് തന്നെ വരച്ച് പെയിൻറ് ചെയ്ത് ഫിക്സ് ചെയ്തു. പുൽക്കൂട്ടിൽ വാഴുന്ന പൊന്നുണ്ണിയുടെ ചുറ്റും നാം നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയും യേശുവ പിതാവിനെയും കാണാം. ആടുമാടുകളും പിന്നെ ഉണ്ണിയെ വണങ്ങി നിൽക്കുന്ന ആട്ടിടയന്മാരും കിഴക്ക് നിന്നുള്ള 3 രാജാക്കന്മാരും പുൽക്കൂട്ടിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാലാഖ വൃന്ദങ്ങൾ ഈശോയെ നോക്കി പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആയിരുന്നു ആദ്യത്തെ പുൽക്കൂട് നിർമ്മിച്ചത്. അപ്പം നമ്മുടെ പുൽക്കൂട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും അഡ്വാൻസ് മേരി ക്രിസ്മസ്.